നിങ്ങൾ ഉടനെ തന്നെ ഏതെങ്കിലും ഒരു ക്ഷേത്രത്തില് കല്യാണത്തിന് വേണ്ട ഒരുക്കങ്ങൾ നടത്തണം. എന്നിട്ട് ഞാൻ ഇപ്പൊ പറയുന്നത് പോലെ ചെയ്യണം. ഈ പ്ലാൻ എങ്ങനെയുണ്ട്? ഈ പ്ലാൻ സൂപ്പർ. ഇങ്ങനെ മുന്നോട്ട് നീങ്ങിയ തിരുവോണത്തിനന്ന് ശില്പ എനിക്ക് സ്വന്തമാകും. പ്ലാനൊക്കെ കൊള്ളാം. പക്ഷേ എന്റെ മോളെ ഉപയോഗിച്ച് ഇങ്ങനെ ഒരു പ്ലാൻ അത് ശരിയാവില്ല. ഈ ലോകത്ത് സ്വന്തം എന്ന് പറയാൻ എനിക്ക് അവള് മാത്രമേ ഉള്ളൂ. കീർത്തി ബേട്ടിക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. അവളുടെ അമ്മയുടെ സ്ഥാനത്ത് ഞാനില്ലേ? ഗോപു പയ്യയുടെ ബേട്ടിയെ ഞാൻ എന്റെ സോറി, ഗോപുവേട്ടന്റെ മോളെ ഞാൻ എന്റെ മരുമകളായിട്ടല്ല, സ്വന്തം മകളായിട്ടാ കരുതിയിരിക്കുന്നെ. എന്റെ ചെല്ലക്കുട്ടി. എന്നാലും അയ്യോ അച്ഛാ, തടസ്സം പറയരുത്. ഇത് നടക്കണം. നിങ്ങളെ ചതിച്ച എന്റെ ഡാഡിയോടും നിങ്ങളുടെ ഭാര്യയോടും ആ സ്ത്രീയുടെ മകളോടും പ്രതികാരം ചെയ്യണ്ടേ? ഇയാളെ കല്യാണം കഴിക്കുന്നതിലപ്പുറം ശില്പയ്ക്ക് വേറൊരു ദുരന്തം വരാനില്ല. അതെ അതെ, അവൾക്ക് കൊടുക്കാവുന്ന 8ന്റെ പണിയായി ഇയാള്. ആ കല്യാണം നടത്താൻ ഇതിലും നല്ലൊരു പ്ലാൻ വേറെ സെറ്റാവൂന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരുമിച്ച് നിൽക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിൽക്കാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വഴി, ഞങ്ങൾക്ക് ഞങ്ങളുടേതും. സമ്മതിക്ക് ഗോപുവേട്ടാ, കീർത്തിയുടെ കാര്യം ഞങ്ങൾ ഏറ്റെന്ന് പറഞ്ഞില്ലേ? ഓക്കെ. ധ്വനി, ശില്പേ, അങ്ങനെ നീ നിന്റെ കോടീശ്വരനെ കണ്ടെത്തിയില്ലേ? ആരിനി വെറും കോടീശ്വരനല്ല, നല്ല സ്നേഹിക്കുന്ന കോടീശ്വരനാ. നീ സ്നേഹിക്കുന്ന കോടീശ്വരൻ എന്നാ പറയണ്ട. എടി, നീ ഇപ്പൊ റിയൽ ലൗല. കാശുകാരന്റെ പിന്നാലെ നടന്ന് ഒടുവിൽ നിന്റെ സ്നേഹം അയാളോടായി. അയാളുടെ കാശിന്റെ കാര്യം പോലും നീ മറന്നു. പിന്നെ അത് നിനക്ക് എങ്ങനെ അറിയാം? ഇടയ്ക്കിടയ്ക്ക് എന്റെ സ്വപ്നങ്ങളിൽ കയറി വന്ന് മാത്രമല്ലേ നിനക്ക് ആര്യനെ പരിചയമുള്ളൂ. നിന്റെ മനസ്സേ എന്നെ പോലെ അറിഞ്ഞവരാരാടിയുള്ളത്. നിന്റെ ഉള്ളിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ നടക്കുന്ന സമയത്താ ആര്യന്റെ മദ്യപാനം നിർത്താൻ നീ വഴി തേടിയത്. അത് കഴിഞ്ഞ് ആ പൊടി ഹാംഫുൾ ആവൂന്ന് പേടിച്ച് നീ ഒരുപാട് ടെൻഷൻ അടിച്ചു. ആര്യനെ ഒരു ദിവസം പോലും കാണാൻ വയ്യാത്ത അവസ്ഥയിലാ നീ. ഇപ്പൊ തന്നെ അയാൾ സ്വന്തം വീട്ടിലേക്കൊന്ന് മാറി നിന്ന് നിന്റെ ഫോൺ എടുക്കാതായപ്പോ നീ എത്രമാത്രം പേടിച്ചു. അതൊക്കെ റിയൽ ലവിന്റെ ലക്ഷണങ്ങളാ. എനിക്കറിയില്ല, ചെലപ്പോ അങ്ങനെ ആയിരിക്കും. അയ്യടി, പെണ്ണിന്റെ ഒരു നാണം കണ്ടില്ലേ? ഇനി ഒട്ടും വൈകാതെ ആ ചെറുപ്പക്കാരനോട് നിന്റെ മനസ്സിലുള്ളത് തുറന്നു പറയണം. നാളെ തന്നെ സംസാരിക്കാം. എത്രയും വേഗം കാര്യങ്ങൾ തുറന്നു പറയാനാ അർജുനും പറയുന്നത്. ആരാ ഈ അർജുൻ? അയ്യേ, എന്റെ മനസ്സറിയാന്നൊക്കെ പറഞ്ഞ് തള്ളിയിട്ട് എന്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ നിനക്ക് അറിയില്ലേ? എടി, നിന്റെ സ്ഥാനത്ത് ഞാനിപ്പോ കാണുന്നത് അർജുനെയാ. നിനക്ക് വേണ്ടി ഞാനവനെ നോട്ടിട്ട് വെച്ചിരിക്കുക. നിങ്ങൾ തമ്മിൽ കല്യാണം കഴിച്ച ലൈഫ് മുഴുവൻ നമുക്ക് 3 പേർക്ക്, അല്ലല്ല, ആര്യനെയും കൂടി ചേർത്ത് നമുക്ക് 4 പേർക്ക് നല്ല ഫ്രണ്ട്സ് ആയിട്ട് അടിച്ചു പൊളിക്കാം. എടി,
അർജുൻ സൂപ്പറാ. തള്ള സ്വഭാവം ഇത്തിരി കൂടുതലാണെങ്കിലും നിനക്ക് ചേരും. നിന്നെയൊക്കെ പോലെ കൊച്ചു കൊച്ചു മോഹങ്ങളും കുടുംബ സ്നേഹമുള്ള ഒരു നല്ല പയ്യൻ. ഒരു ദിവസം ഞാൻ നിനക്ക് അർജുനെ പരിചയപ്പെടുത്തി തരാം.